ഹായ്, ഞാൻ നിങ്ങളുടെ മാജിക്. ഇന്നും പുതിയൊരു ക്രാഫ്റ്റ് ഐഡിയയുമായി ഗിന്നു എത്തിയിട്ടുണ്ടല്ലോ. പുതിയ ക്രിയേറ്റീവ് ലോകം ഒന്ന് എക്സ്പ്ലോർ ചെയ്താലോ? കമോൺ. ഹലോ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഗിന്നു ആണേ. അപ്പോൾ മാജിക് പറഞ്ഞ പോലെ ഇന്ന് പുതിയ ഒരു ക്രാഫ്റ്റാണ്, അതും റീസൈക്ലിംഗ് ക്രാഫ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്കതൊന്ന് എക്സ്പ്ലോർ ചെയ്താലോ? മറ്റൊന്നും കൊണ്ടല്ല, ഒരു ക്രീമിൻ്റെ ബോട്ടിൽ കൊണ്ടിട്ടാണ് നമ്മൾ ഇന്നത്തെ ബ്രേസ്ലെറ്റ് ചെയ്യുന്നത്. നമ്മൾ ബ്രേസ്ലെറ്റാണ് ചെയ്യുന്നത്, നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും. അപ്പം ഞാൻ നല്ല ബ്രൈറ്റ് ഓറഞ്ച് കളറിൽ ഒരു ക്രീമിൻ്റെ, ഒരു സൺസ്ക്രീനിൻ്റെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കട്ട് ചെയ്ത് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ട് അത് ഒരു പെറ്റൽ ഷേപ്പിലേക്കും ഫ്ലവർ ഷേപ്പിലേക്കൊക്കെ ഒന്ന് മാറ്റിയിട്ടാണ് ഈ ഒരു ബ്രേസ്ലെറ്റ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്നതിൽ ഫ്ലവർ 2 സെറ്റ് ഓഫ് പെറ്റൽസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്, ഒരു 3D എഫക്റ്റിൽ. അപ്പോൾ അതിന് ആദ്യം തന്നെ ഞാനിതിങ്ങനെ സ്ക്വയറായിട്ട്, വലിയ സ്ക്വയറും ചെറിയ സ്ക്വയർ, അതായത് താഴെ വയ്ക്കാനുള്ള പെറ്റൽസിൻ്റെ ആ ഒരു പാർട്ടും മേലിൽ വയ്ക്കാനുള്ള പാർട്ടും, അതിന് വേണ്ടിയിട്ട് വലിയ റൗണ്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന വലിയ പെറ്റൽസായിട്ടും ചെറിയ റൗണ്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ചെറിയ പെറ്റൽസായിട്ടുമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഫ്ലവർ ആക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രമാത്രം ഫ്ലവേഴ്സ് ആവശ്യമുണ്ട്. ഇപ്പോൾ ഇത് ബ്രേസ്ലെറ്റായിട്ട് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് മാലയായിട്ടും കമ്മലായിട്ടും ഒക്കെ ഇതേ സെയിം പാറ്റേൺ ഫോളോ ചെയ്ത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത് കറക്റ്റായിട്ട് നമ്മൾ കുപ്പി കൊണ്ട് ഫ്ലവർ ഉണ്ടാക്കിയപ്പോൾ എന്തൊക്കെയാണ് ചെയ്തത് അതുപോലെ നമുക്കൊന്ന് ഉരുക്കി അതൊന്ന് ഫേമാക്കി എടുക്കാം. ദെൻ ഒരു കമ്പി വെച്ചിട്ട് ഈ 2 പെറ്റൽസും കൂടെ സെറ്റ് ചെയ്തിട്ട് അതിലൊന്ന് ഹോൾ ഇട്ടിട്ട് ജംപ് റിങ്സ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് ചെയിനും കൂടെ അറ്റാച്ച് ചെയ്ത് നമുക്ക് ഫിനിഷ് ചെയ്യാം. നമ്മുടെ ഗിന്നുവിന്റെ വെറൈറ്റി ക്രിയേറ്റീവ് ക്രാഫ്റ്റ് ഐഡിയകൾ കാണാൻ വേഗം തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. എല്ലാവർക്കും ഒരുപാട് നന്ദി. നമുക്ക് വീണ്ടും കാണാം.